നമസ്കാരം. യത്തീംഖാനകൾ മറയാക്കി ശബ്ദകോടികൾ സമ്പാദിച്ച മത പണ്ഡിതന്മാരും സംഗീതന്മാരും ഉസ്താദുമാരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. മത പണ്ഡിത വേഷധാരികളായ പ്രവാചക പരമ്പരയാണെന്നും അഹ്ലുബൈത്തെന്നും പറഞ്ഞ് അഹങ്കരിക്കുന്നവർ ആഡംബര ജീവിതം നയിക്കുന്നത് അനാഥ അഗതി മന്ദിരത്തിന്റെ ജനങ്ങൾ നൽകുന്ന പണം കൊണ്ടാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. 1921-22 കാലഘട്ടത്തിലാണ് അനാഥ അഗതി മന്ദിരത്തിന് തുടക്കം. 1921 മലബാറിലെ മുസ്ലിങ്ങൾ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ കാലത്ത് ബ്രിട്ടന്റെ സൈന്യത്തിന്റെ ക്രൂരമായ അടിച്ചമർത്തലുകൾക്ക് മുന്നിൽ മുസ്ലിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ അഗാധവും ഭയപ്പെടുത്തുന്നവയുമായിരുന്നു. വ്യാപകമായി പടർന്നു പിടിച്ച ബസൂരി രോഗവും കാരണം കുട്ടികൾ അനാഥരായിരുന്നു. അന്നത്തെ KPCC പ്രസിഡന്റ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാവുമായിരുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ ഖിലാഫത്ത് സമ്മേളനത്തിൽ മലബാറിലെ മാപ്പിള കുട്ടികൾ നേരിടുന്ന പീഡനങ്ങളും നമ്പരങ്ങളും ഉയർത്തിക്കാട്ടി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഹൃദയസ്പർശിയായ ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വികാര നിർഭരമായ പ്രസംഗം സദസ്സിലെ ആയത്തിൽ പ്രതിധ്വനിച്ചു. മുസ്ലിങ്ങളുടെ ദുരിതങ്ങൾ ലഘൂകരിക്കാൻ മൗലാന ഷൗക്കത്ത് അലി ചെയർമാനായുള്ള ഒരു കമ്മീഷൻ രൂപീകരിച്ചു. പഞ്ചാബ് പ്രവിശ്യയിലെ സമ്പന്ന കുടുംബത്തിലെ അംഗവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന മൗലാന അബ്ദുൽ ഖാദർ കസൂരി അദ്ദേഹത്തിന്റെ മകൻ അബ്ദുറഹിമാൻ സാഹിബിന്റെ അഭ്യർത്ഥന പ്രകാരം മലബാറിലേക്ക് അയച്ചു. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് 1922 JDT ഇസ്ലാം പിറവിയെടുത്തത്. അനാഥരും നിരമ്പരരുമായ കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. ജമിയത്തുൽ ദഅവത്ത് വ തബ്ലീഗുൽ ഇസ്ലാം JDTയുടെ തുടക്കം സ്ഥാപനത്തിന് നടത്തിപ്പിനായി അബ്ദുൽ ഖാദർ കസൂരി സാമ്പത്തികമായും മറ്റെല്ലാ സഹായവും നൽകിയതാണ് JDT ഇസ്ലാമിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. പൊന്മാടത്ത് മൊയ്തീൻ കോയ, മാളിയ ഖാദിരി കോയ ഹാജി തുടങ്ങിയവരും JDTക്ക് വേണ്ടി സാമ്പത്തികവും മറ്റ് സഹായങ്ങളും നൽകി. 52 കുട്ടികളും 25 പെൺകുട്ടികളുമായാണ് JDT ഇസ്ലാം തുടക്കം കുറിച്ചത്. പിന്നീട് അങ്ങോട്ട് യത്തീംഖാനകളുടെ ഒരു പൂരം തന്നെയാണ് നടന്നത്. പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനകൾ എല്ലായിടത്തും യത്തീംഖാനകളുടെ പിറകിലുള്ള ഓട്ടമായിരുന്നു. അനാഥ അഗതി കുട്ടികൾ പലരും സംരക്ഷണ കേന്ദ്രങ്ങൾക്ക് പകരമായി യത്തീംഖാനകളുടെ കാരാഗ്രഹങ്ങളിലായി മാറി. പണ്ഡിത വേഷധാരികൾ യത്തീംഖാനയുടെ മറവിൽ വൻ സാമ്പത്തിക തട്ടിപ്പും കൊച്ചുകുട്ടികളെ പോലും ലൈംഗിക വൈകൃതവും നടത്തിയതിനും കയ്യും കണക്കുമില്ല. ഗൾഫ് കുടിയേറ്റത്തെ തുടർന്ന് ഇവയിൽ നിർലോഭമായ സാമ്പത്തിക പിന്തുണ ലഭിച്ചതോടെ പണ്ഡിത വേഷധാരികൾ ലോട്ടറി അടിച്ചതുപോലെയാണ്. യത്തീംഖാനയിലെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ലൈംഗികമായ ചൂഷണത്തിന് വിധേയമാക്കുന്നതോടൊപ്പം പല സമയങ്ങളിലും വാർത്താ മാധ്യമങ്ങൾ വരുന്നുണ്ടെങ്കിലും നിയമ നടപടികൾ വിരളമാണ്. ഒരു കാലത്ത് കോഴിക്കോട് യത്തീംഖാനയിലെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ പോലും അറബി കച്ചവടക്കാർക്ക് നൽകി പണം പറ്റിയ മാന്യന്മാർ കോഴിക്കോട് ജീവിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോഴും മാന്യത ചമഞ്ഞു നടക്കുന്ന ഈ ആളുകളെ നിങ്ങൾക്കെല്ലാം അറിയാം. അനാഥ കുട്ടികളെ മറയാക്കി ആഡംബര ജീവിതം നയിക്കുന്നവർക്ക് ദൈവത്തിന്റെ കോടതിയിൽ വിശ്വാസമില്ലെന്നതാണ് വാസ്തവം. ഇനി അങ്ങോട്ട് ഒരുപാട് യത്തീംഖാനകളുടെ കഥ നമുക്ക് പറയാൻ പറ്റും. അല്ല, ഈ ഒരു വിഷയം പ്രശ്നം തീരാതെ പാട് പരിപാടി നടത്തുന്നത് ശരിയുണ്ടോ? നിങ്ങള് നല്ല സംഗതി ആണെങ്കിലും ഈ ചീത്തായി കിടക്കുന്നതാണല്ലോ നല്ല സംഗതി കൊണ്ടുവരുന്നത്. ഒരു കമ്മിറ്റി വന്നിട്ട് പോരെ? എവിടെ കമ്മിറ്റിയിലാണ്? അവിടെ കമ്മിറ്റി പ്രസിഡന്റ് അല്ലേ? ആദ്യത്തെ പ്രസിഡന്റ് തങ്ങളല്ലേ? ഒന്നും അറിയാതെ ഈ സമസ്ത ഈ കാര്യം എന്തിനു ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് ഞങ്ങളോട് മുഷാവറയെന്ന് പറഞ്ഞത്. എവിടെ പോയിട്ടാ പറയണ്ടേ? തങ്ങളെ അസ്സലാമു അലൈക്കും. തങ്ങൾ ഈ പറഞ്ഞതൊക്കെ പരസ്പര വിരുദ്ധമായിട്ടാ തങ്ങളെ. ഇത് സങ്കടം കേട്ടോ. നാളെ പരിപാടി നടന്നാലും ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾക്ക് ഒറ്റ ഉത്തരവാദിത്തമുള്ളൂ. ഞങ്ങൾ സ്നേഹിച്ച് ഞങ്ങൾ ആദരിച്ച് ബഹുമാനിക്കുന്ന നേതാക്കന്മാരോട് പറയാന്നുള്ള ഉത്തരവാദിത്തം അത് ഞങ്ങളുടെ കഴിഞ്ഞിട്ടുണ്ട്. നാളെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയിട്ട് ഈ വിഷയങ്ങൾ മുഴുവൻ പറയും. തങ്ങളോട് സംസാരിച്ച വിഷയങ്ങളൊക്കെ തങ്ങൾ 50 മിനിറ്റ് വരെ നമ്മളുണ്ടാവും സംസാരിച്ചത് പോലും ഇന്ത്യ അടുത്ത് റെക്കോർഡാ. വായക്കാട് ദേശമുള്ള പോലീസുകാരൻ ഹിന്ദു ആയ ഒരു പോലീസുകാരൻ പറഞ്ഞ ഒരു റിപ്പോർട്ട് വരെ ഞാൻ തങ്ങളോട് പറഞ്ഞപ്പോ തങ്ങൾ എന്നോട് പറഞ്ഞത് കുട്ടികൾ ഇത്ര കാലം അതൊക്കെ അവിടെ സഹിച്ചു കഴിഞ്ഞാൽ കുറച്ചും പാടെ അങ്ങനെ പോയിക്കോട്ടെ എന്നാ. ഞാനിതൊക്കെ എടുത്തോടെ പുറത്തേക്ക് വിടും തങ്ങളെ.
ഒക്കെ അല്ല. കാരണം ഞമ്മ ഭയങ്കര സങ്കടമുണ്ട്. നിങ്ങളെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങളോണ്ട് ഡേറ്റും കാര്യം ബാക്കിയുള്ളതും പറഞ്ഞിട്ട് ഒരു ഭാഗത്തൂടെ ഈ വിഷയം മുഴുവൻ തങ്ങൾ അറിയുന്നോണ്ട് തങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രം അത് തടയിടാൻ പറ്റുമോ ഇനി. പക്ഷെ തങ്ങളെ അടുത്ത് അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടായില്ല. അത് വലിയ സങ്കടം തങ്ങളെ ഞങ്ങൾക്ക്. അല്ല നമ്മളിങ്ങളെ കൂട്ടി പറയാന്ന് പറഞ്ഞല്ലോ. അല്ല കൂട്ടി പറയാന്ന് പറഞ്ഞിട്ട് അത് പറയാതെയാണല്ലോ തങ്ങളെ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ അറിയണ്ടേ. എന്നാലും നിങ്ങളൊന്ന് പറയണ്ടേ, അത് നിർത്തിയേക്കി. എന്നിട്ട് ഞമ്മക്ക് കൂടി തീരുമാനിച്ചിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളെ നിങ്ങൾ പറഞ്ഞ ഒരു വാക്കിന്റെ മുകളിൽ ഒരാളും സംസാരിക്കൂലല്ലോ. ഇത് നല്ല സങ്കടം ഉണ്ട് ഞങ്ങളെ. ഈ വിഷയം സുമ്മാ വല്ലായി കൊയ്യോട് ഉസ്താദായിട്ട് ഉമർ വൈസി ഉസ്താദായിട്ട് അതേപോലെ പിന്നെ തങ്ങളോണ്ട് എല്ലാരോടും പറഞ്ഞതിന്റെ മുഴുവൻ രേഖകളും ഞങ്ങളെ കയ്യിലുണ്ട്. ഞങ്ങൾ നിർബന്ധിതരാകുക അത് നാളെ ഒരു പത്രക്കാരൻ മുന്നിന്ന്. കാരണം 10 കുട്ടികളെ മാനം പിച്ചിച്ചീന്തിന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളെ ഇതേ സിലബസിലൂടെ നല്ല രൂപത്തിൽ ജീവിക്കണം എന്ന് പഠിപ്പിച്ച സമസ്തന്റെ നേതാക്കന്മാർ അത് തടയിടാതെ ആ സ്ഥാപനത്തിൽ വേറെ സ്ഥാപനം കൊണ്ടുപോയി ഇടുമ്പം അതിന്റെ പേരിലും പാടെ കിട്ടുന്ന പൈസ അവിടുന്ന് കട്ടുണ്ടാവുള്ള ഒരു വയ്യല്ല ഞങ്ങൾ ഒരുക്കി കൊടുക്കണത് അല്ലേ? അതല്ല ഞങ്ങൾ ഒരുക്കി കൊടുക്കണം. അതുപോലും ചിന്തിക്കാന് ബാക്കിയുള്ള വിഷയങ്ങൾ ഇല്ലെങ്കിൽ സമസ്ത മുഷാമറ കൂടിയിട്ട് ഞങ്ങളോണ്ട് ഒരു കാര്യം പറഞ്ഞുതരാന്ന് പറഞ്ഞില്ല തങ്ങളെ. സങ്കടമുണ്ട് തങ്ങളെ ഈ വിഷയം. അല്ല കൊയ്യോടിനോട് പറഞ്ഞു. ഇന്നിപ്പോ ഞങ്ങളെ കൂട്ടത്തിലുള്ള നമ്മളെ ഈ SKSFന്റെ കുട്ടികൾ തമ്മിൽ വെറുതെ അവിടെ ടെൻഷൻ അടിച്ചടി ഇരിക്കുക ഈ വിഷയങ്ങൾ കേട്ടിട്ട് എന്നിട്ട് എല്ലാരും പാടെ കൂടിയിട്ട് ഇപ്പം ഇന്ന് രാവിലെ എടവണ്ണപ്പാറയിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇതാക്കിയാണ്. ഇന്ന് വൈകുന്നേരം മീറ്റിംഗ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നാളെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയാം. കൊയ്യോട് ഉസ്താദിന്റെ ഇഷ്ടം പോലെ വോയിസുകള്, അതേപോലെ ഉമർ വൈസി ഉസ്താദ് പിന്നെ തങ്ങന്മാരെ കുറിച്ചിട്ട് ഒരുപാട് പറഞ്ഞ വിഷയങ്ങളൊക്കെ ഇതൊക്കെ വലിയ മാനക്കേടുക്ക് പോകും. ആ തങ്ങളെ നിങ്ങളൊരു വോയിസിൽ ചെറിച്ചോണ്ട് പറയണ പല വിഷയങ്ങളും നല്ല രൂപത്തിലാണ് പറഞ്ഞത് എന്നുള്ള കാര്യമില്ല. ഇത് പുറത്ത് കേട്ട് കഴിഞ്ഞാൽ തമ്മില് സമസ്തന്റെ ഇടയിൽ നേതാക്കന്മാരുടെ ഇടയിലൊക്കെ വലിയ ഭിന്നിപ്പുണ്ടാക്കുന്ന വലിയ വിഷയങ്ങളുണ്ടായില്ല. ഞാൻ കേട്ട ആളാ. പിന്നെ അത് ഒരുപാടുണ്ട്. 53 മിനിറ്റ് ഉണ്ട്. നിങ്ങളതില് ഈ പെൺകുട്ടികളുടെ പേരിൽ എന്താണ് പിന്നെ 10ഓളം കുട്ടികൾ അവിടെ ലൈംഗിക ചൂഷണത്തിന് വരെ വിധേയായ ഒരു സന്ദർഭം ഉണ്ടായതിനെ പറ്റിയിട്ട് പോലീസുകാരുടെ റിപ്പോർട്ട് വിഷയങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞപ്പം നിങ്ങൾ തിരിച്ചു പറയണ്ട. അതിൽ എന്ത് അറിയോ, മറ്റേ ആ കുട്ടികളൊക്കെ പാടെ അത് ഇത്ര കാലം അനുഭവിച്ചില്ലെങ്കിൽ കുറച്ചും പാടെ അങ്ങനെ പോയിക്കോട്ടെ. ചൈൽഡ് ലൈനിൽ വരെ കേസ് എടുക്കാൻ പറ്റിയ വലിയ വിഷയമാണ്. അതേപോലെ പിന്നെ മറ്റോല അസ്മാവിന്റെ പണിക്കാരല്ലേ ഓല അങ്ങനെ എങ്ങനെ സാധിക്കരുത് തങ്ങളെ പറ്റിയിട്ടുള്ള കമന്റ് ഒരുപാട് വിഷയങ്ങൾ അതിൽ വരുന്നുണ്ട്. അതേപോലെ നദ്വി ഉസ്താദിനെ പറ്റിയിട്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ ഉണ്ട്. ഞമ്മക്ക് ഈ വിഷയം പിന്നെ നദ്വി ഉസ്താദിനെ പറ്റിയിട്ട് നിങ്ങൾ എന്തോ 1-2 വിഷയങ്ങൾ പറഞ്ഞിട്ട് മൂപ്പരൊക്കെയാണ് അത് ചെയ്തത് മറ്റാ മറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞത് കേട്ട ഒരാളാ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവന്നിട്ട് കേൾപ്പിച്ചരാം. ഞാൻ നിങ്ങളെ ശത്രു ഒന്നും അല്ലല്ലോ. ആയിക്കോട്ടെ. പക്ഷെ നാളത്തെ പരിപാടിനെ പറ്റിയിട്ട് നിങ്ങളെ ശ്രദ്ധ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചാലല്ലാതെ ഇത് ഒന്നും നടക്കൂല. അതിന് കമ്മിറ്റി അല്ലല്ലോ ജലാലിയന്റെ ആൾക്കാർക്കും അല്ലെങ്കിൽ ഉസ്താദിന്റെ ഫുള്ള് സപ്പോർട്ടുള്ള ഈ ജലാലിയൊക്കെ ഈ വിഷയങ്ങൾ അവിടുത്തെ ആദ്യ പ്രശ്നം തീർത്ത് എന്നിട്ട് മതി നിങ്ങള് പിന്നെ പുതിയത് നടത്തല് എന്നുള്ളത് മാത്രം പറഞ്ഞാൽ തീരൂലേ? അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ബഹുമാനം കാര്യമൊക്കെ നിലനിർത്തിയിട്ട് തങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പോംവഴി ഉണ്ടാക്കാൻ പറ്റിയിനി അത് തങ്ങൾ ഇതുവരെ വിചാരിച്ചിട്ടില്ല എന്നുള്ള 100% തങ്ങളോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ തങ്ങളോട് തന്നെ പറയാം. ഈ വിഷയത്തിൽ നിങ്ങൾ എന്തോ ഒരു ബാസിക്ക് നമ്മളോട് പെരുമാറാനായിട്ട് ഞങ്ങൾ പെരുമാറണത്. അല്ലാതെ എന്താ തങ്ങളെ നമ്മൾ ഇതിന് പറയാ? നമ്മൾ സമസ്തന്റെ പ്രസിഡന്റ് അല്ല തങ്ങളെ. നിങ്ങളെ മോൾക്ക് ആരെ ഞങ്ങൾ കാണുക? നിങ്ങളോട് വന്നിട്ടല്ലേ ഞമ്മക്കൊരു സങ്കടം പറയാൻ പറ്റുള്ളൂ. നിങ്ങളടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് ഈ ഒരു വിഷയത്തിന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങോട്ടാ പോവുക? ഞങ്ങൾ എന്താ ചെയ്യേണ്ടിയേ? വേണ്ടമാതിരി ചെയ്യാ എന്നുള്ള നിങ്ങൾ എന്റെ അഭിപ്രായം ഒരു 11ാമത്തെ പ്രാവശ്യം തങ്ങളെ ഞങ്ങളോട് പറയുന്നത്. നാളത്തെ പരിപാടി നടന്നു കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് വിഷയം ഉണ്ടാവും കേട്ടോ.
എല്ലാരോടും പറഞ്ഞാണ് ഇന്ന് പാണക്കാട് എല്ലാവർക്കും ഈ പരിപാടിക്ക് വരാതെക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പിന്നെ നോട്ടീസ് കൊടുക്കണ്ട്. നാളെ ഇൻഷാ അല്ലാഹ് ഒരു കൊടിയും പൊടിച്ചിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള പൊടിച്ചിട്ട് പരപ്പത്ത് ആട് കേറിനോടത്ത് ആരോട് ഓലോണ്ടല്ല നാളെ നിങ്ങളല്ലേ വരുന്നത്. കോളേജല്ലേ നിങ്ങളെ മുണ്ടകുളത്തുള്ള നിങ്ങളെ കോളേജല്ലേ അവിടെ ഇതാക്കണത് വരുന്നത്. അവിടെ തന്നെ കയറി കൂടാനുള്ള പരിപാടി എടുക്കല്ലേ. തങ്ങളിത് ശരിക്ക് സങ്കടമുള്ള വിഷയ. ഇത് വെറുതെ ഒരു ഭക്ഷണത്തരത്തേക്ക് ഇത് പോവുക. മാനു തങ്ങളെ വിളിച്ചിട്ട് ഈ വിഷയങ്ങൾ പറഞ്ഞ് ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞ് പല ആൾക്കാർ കൊയ്യോട് ഉസ്താദിനോട് വിളിച്ചാൽ പറഞ്ഞു കൊയ്യോട് ഉസ്താദ് ഞാൻ അറിയില്ലാന്ന്. ഉമർ വൈസിനോട് ചെന്നിട്ട് പറഞ്ഞവൻ പറഞ്ഞു ഉമർ വൈസി ഉസ്താദ് ഞാൻ ഈ സംഭവം അറിയില്ലാന്ന്. ജലാലിയക്കാരോണ്ട് ജലാലിയന്റെ എല്ലാ ആൾക്കാരും ഇങ്ങളെ അറിഞ്ഞല്ല. തങ്ങള് ജലാലിയക്കാരോണ്ട് ഈ വിഷയം നിർത്തിച്ചാളിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓല് കേൾക്കൂലേ. തങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട ആളല്ലേ. തങ്ങളല്ലേ മുഷാവറയിൽ ഈ വിഷയങ്ങൾ കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ഇടുന്നത്. തങ്ങളെ മുഷാവറയിൽ തങ്ങളല്ലേ ഈ വിഷയം പറയുന്നത്. ജലാലിയക്കാരോട് നിങ്ങൾ പറഞ്ഞെങ്കിൽ ഞാൻ അല്ല എന്നാ പിന്നെ തങ്ങൾ പറഞ്ഞെന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞൊന്നും അറിയാൻ പറ്റില്ല. ഞാനിപ്പോ ആരോട് നിർത്തിയേക്കാം. അപ്പൊ എങ്ങനെ അപ്പം ഇങ്ങക്ക് ഈ വിഷയങ്ങളൊക്കെ അറിയും ചെയ്യും. നിങ്ങൾക്ക് ഇത് ആരോട് പറയാൻ പറ്റൂല എന്നാ തങ്ങൾ പറയുന്നത്. അറിയില്ല, എനിക്കറിയാതെ എന്നോട് പറഞ്ഞതല്ലേ ഒരാളെ തുറന്നുണ്ട്. നിങ്ങൾ തന്നെ എളമരത്തിങ്ങാനം നല്ലൽക്ക് നടന്ന സമയത്ത് മുഹമ്മദ് ഹുസൈൻ സാഹിബിനോട് ഇതിന് അക്കും പാത്തിലും വേണം കണക്കും കാര്യങ്ങളും ഒക്കെ വേണം എന്നുള്ളത് പോലെ ഞാൻ പറഞ്ഞിനി എന്നുള്ളത് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതാ നമ്മളോണ്ട്. അന്ന് മുതലേ ഇത് നല്ല രൂപത്തിലല്ല നടക്കണെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടല്ലേ. നമ്മൾ പറയും അവിടെ നേരൊക്കെ വേണമെന്നുള്ളത്. അത് മുഴുവൻ അറിഞ്ഞ് ഇങ്ങളെ അടുത്തേക്ക് തന്നെ മൂപ്പര് മരിച്ച ശേഷം ഇത് മൊത്തം കൈയിട്ട് വാരുക എന്ന് പറഞ്ഞിട്ട് അവിടെ എങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ പിന്നെ നിങ്ങളെ അണ്ടറിലുള്ള ഒരു സ്ഥാപനം അവിടെ വേറെ തുടങ്ങുക. അത് ഞാൻ അതേ പറഞ്ഞത്. അത് തുടങ്ങണ അവരോട് പറയും ഞാൻ ക്ഷണിക്കപ്പെട്ടു ഞാൻ പോകും. അപ്പൊ മോശപ്പെട്ട സ്ഥലമാണ് ഇത്. കള്ളന്മാർക്ക് പിന്നെ കക്കാണ്ടാക്കിയ ഒരു മാർഗമാണെന്നുള്ളത് അറിഞ്ഞാലും പിന്നെ തങ്ങൾ പോകുന്നതാണോ തങ്ങൾ പറയുന്നത്. കള്ളന്മാര് കക്കാണോ അതൊന്നും എനിക്കറിയില്ല. എത്ര കാലം ഇങ്കാക്ക കട്ടതും ബാക്കിയുള്ള കട്ടതൊക്കെ നിങ്ങൾക്ക് അറിയുന്നല്ല തങ്ങളെ. സമസ്ത അതിന് റിപ്പോർട്ടും കൊടുത്തതല്ലേ. പറയണ്ട, എനിക്കൊന്നും അറിയില്ല കേട്ടോ.